ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്ന് ഡിസംബർ 25, ധനുമാസത്തിലെ തണുത്ത രാവുകൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യഹൂദിയിലെ ബേത്ലഹേമിലെ മഞ്ഞു പെയ്യുന്ന രാവുകളിൽ ഒന്നിൽ സംഭവിച്ച ക്രിസ്തുവിന്റെ തിരുജനനത്തെ അനുസ്മരിപ്പിക്കുന്നു. ലോകം ഇന്ന് ആഘോഷത്തിന്റെ നിറവിലാണ്. ആ ആഘോഷങ്ങൾ അർത്ഥവത്താകുന്നത് അവ ആത്മാർത്ഥങ്ങളാകുമ്പോഴാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പേരിൽ അനേകായിരങ്ങൾ കോടികളുടെ മദ്യം കുടിച്ചും പേക്കൂത്തുകൾ കാട്ടിയും ക്രിസ്തുവിന്റെ ജനനത്തെ അപമാനിക്കുന്ന ആഘോഷങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ക്രിസ്തു ഇതുവരെയും ജനിച്ചിട്ടില്ലാത്ത ഹൃദയങ്ങൾ ക്രിസ്തുവിന്റെ പേരിൽ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ആദിയിൽ വചനമായിരുന്നവൻ, വചനം ദൈവമായിരുന്നവൻ നമ്മുടെ ഉള്ളിൽ ജനിക്കേണ്ടിയിരിക്കുന്നു. സർവ്വലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന വചനത്താൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ഇന്നത്തെ പ്രഭാത മന്നയുടെ ചിന്താവിഷയം ലോകത്തെ സ്നേഹിച്ച ദേമാസ് എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 തിമോത്തിയോസ് 4:10. 2 തിമോത്തിയോസ് 4:10. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. ആരായിരുന്നു ദേമാസ്? അപ്പോസ്തലനായ പൗലോസിനൊപ്പം ദൈവവേലയിൽ വ്യാപൃതനായ വ്യക്തിയായിരുന്നു ദേമാസ്. എന്നാൽ പിന്നീട് തന്റെ വിശ്വാസം വിടുകയും പൗലോസിനോടൊപ്പമുള്ള തന്റെ ദൈവവേല ഉപേക്ഷിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ദേമാസ് അങ്ങനെ ചെയ്തത്? അതിന്റെ കാരണം ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനമെന്ന് എണ്ണുന്നതിന് പകരം ഈ ലോകത്തിലെ ധനത്തെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 തിമോത്തിയോസ് 4:10. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. നമുക്ക് ഒരേ സമയം ദൈവത്തിന്റെ സ്നേഹിതനും ലോകത്തിന്റെ സ്നേഹിതനും ആയിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പ്രകാരം പറഞ്ഞത്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. മത്തായി 6:24. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ദൈവത്തെ സ്നേഹിപ്പാൻ ഇറങ്ങി തിരിച്ച ദേമാസ് പിന്നീട് ലോകത്തിന്റെ സ്നേഹിതനായി തീർന്നു. അപ്പോൾ അദ്ദേഹം ദൈവത്തെ വിട്ടുപോയി. ഇത് ഇന്നത്തെ കാലത്ത് നാം കാണുന്ന സംഭവങ്ങളാണ്. കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ പ്രതിജ്ഞയെടുത്ത് തീരുമാനമെടുത്ത് ഇറങ്ങി തിരിച്ച ശേഷം ഭൗതികം തലയ്ക്ക് പിടിക്കുമ്പോൾ പലരും പച്ചയുള്ള മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയിരിക്കുകയാണ്. എന്നാൽ തിരുവചനം എന്താണ് പറയുന്നത്? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. പ്രിയമുള്ളവരെ, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. നമുക്കറിയാം, ലോത്തിന്റെ ഭാര്യയെ പോലെ, ദേമാസിനെ പോലെ, യൂദയെ പോലെ ഈ ലോകത്തിന്റെ സ്നേഹിതരാണെങ്കിൽ ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിന്റെ സ്നേഹിതനാകുവാൻ നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ജിത്തു ഇരവി പേരു, ക്രിസ്റ്റി കുമ്പളാംപൊയ്ക, രവി ടൈറ്റസ് മാവേലിക്കര. അടിയങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് ദാനം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 2023 അവസാന മാസത്തിലെ ദിവസങ്ങളിലേക്ക് അടിയങ്ങൾ എത്തിയിരിക്കുകയാണല്ലോ അപ്പ. ഈ ഒരു വർഷക്കാലം ദൈവം അടിയങ്ങൾ എത്ര ശ്രേഷ്ഠമായി കരുതി പരിപാലിച്ചു. ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി, കരുണയ്ക്കായി, വിശ്വസ്തതയ്ക്കായി, തന്നായുസ്സിനായി, ആരോഗ്യത്തിനായി, ജീവിതത്തിലെ നന്മകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, വീണ്ടും അടിയങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തരുമ്പോൾ ദൈവത്തിന്റെ നല്ല സാക്ഷികളായി ജീവിപ്പാടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ഒരു വർഷക്കാലം നിന്റെ മക്കളെ അവിടുന്ന് ആരോഗ്യത്തോടെ സംരക്ഷിച്ച കൃപകൾക്കായ നന്ദിയോടെ സ്തോത്രം. കൊടുത്ത എല്ലാ നന്മകൾക്കായ അനുഗ്രഹങ്ങൾക്കായ സ്തോത്രം കർത്താവേ. തുടർന്നുള്ള അവരുടെ ജീവിതവും ഏറ്റവും അനുഗ്രഹമാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നാടുകൾ ഇന്ന് പകൽക്കാലവും അടിയങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെതാക്കി ദൈവം തീർക്കണമേ.
ദൈവത്തിന് സന്നിധിയിൽ നന്ദിയുള്ളവരായ ഓരോ ദിവസവും ജീവിപ്പാടിയങ്ങളെ സഹായിക്കണം. എല്ലാവിധ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറച്ചു വഴി നടത്തണം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവനത്തിൽ എന്ന യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം അറിയിക്കും.